ഹായ് എവരിവൺ, എൻ്റെ പേര് ദേവനന്ദ PV. ഞാൻ എയിംസ് നാഗ്പൂരിൽ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ബോട്ടണിയിലത്തെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്, ക്ലാസ് 11ത്തെ, അതായത് പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ നമ്മൾ ഹ്യൂമൻ ഗ്രോത്തും ഡെവലപ്മെന്റിനും ആവശ്യമുള്ള ഹോർമോൺ സിസ്റ്റവും പിന്നെ നെർവസ് മറ്റേ ന്യൂറൽ കോർഡിനേഷനും എല്ലാം നമ്മൾ പഠിച്ചു. അപ്പൊ ഇന്ന് നമ്മൾ നോക്കേണ്ട പ്ലാന്റ്സിൽ എന്താണെന്നാണ് നോക്കേണ്ടത്. അപ്പൊ ആദ്യം നമ്മളിതിൽ ഗ്രോത്ത് എന്താണെന്ന് പഠിക്കും പ്ലാന്റ്സിൽ, പിന്നെ അവരുടെ ഡിഫറൻഷിയേഷൻ, ഡീഡിഫറൻഷിയേഷൻ ആൻഡ് റീഡിഫറൻഷിയേഷന്റെ ഡിഫറൻസസ് പഠിക്കും, പിന്നെ ഡെവലപ്മെന്റ് പഠിക്കും, പിന്നെ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഹോർമോൺസ്, പ്ലാന്റ് ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് പഠിക്കും. അപ്പോൾ നമ്മൾ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യണം. ഗ്രോത്ത് എന്ന് വെച്ചാൽ എന്താ? അത് ഗ്രോത്ത് ആക്ച്വലി ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. ഇതിന്റെ എല്ലാ ലിവിങ് ഓർഗാനിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. ഗ്രോത്ത് ആക്ച്വലി എന്താ, ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് അല്ലേ, അത് എന്തുണ്ടാക്കുക, പെർമനന്റ് ആൻഡ് ഇറിവേഴ്സിബിൾ ചേഞ്ചസ് ഉണ്ടാക്കും. അതായത് നമ്മളുടെ ഹ്യൂമൻ ബോഡിയിൽ തന്നെ എടുത്തോ, നമ്മൾ ബേബി ആയിരുന്നപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ ബോഡി നോക്കുക, അതെന്താ, നമ്മള് ഇപ്പൊ ചേഞ്ച് വന്ന എന്താ, പെർമനന്റ് ആൻഡ് ഇറിവേഴ്സിബിൾ അല്ലേ. അതായത് ഞാൻ ഇനി തിരിച്ച് ബേബി ആവും, ചെറുതാവാൻ പറ്റുമോ? ഇല്ല. അതാണ് എന്താ ഗ്രോത്തിന്റെ ഒരു സാലിയൻ ഫീച്ചർ. അതേപോലെ പ്ലാന്റ്സിനും അങ്ങനെയാണ്. ഇനി ഗ്രോത്ത് എന്താ, ഇത് ആക്ച്വലി സക്സസ്ഫുൾ മെറ്റബോളിസത്തിന്റെ ഫൈനൽ പ്രൊഡക്റ്റ് ആണ്. അതായത് ഗ്രോത്തിന്റെ സമയത്ത് ആനബോളിക് പ്രോസസ് ആണ് ഡോമിനേറ്റ് ചെയ്യുക ഓവർ കാറ്റബോളിക് പ്രോസസ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ഞങ്ങൾക്ക് എഴുതാം. ഗ്രോത്ത് എന്താ, ഇസ് എ characteristic feature of all living organisms. ഇനി ഗ്രോത്തിന്റെ വേറെ സിഗ്നിഫിക്കൻറ്റ് വൺ ലൈനർ സ്റ്റേറ്റ്മെന്റ് എന്താ, ഗ്രോത്ത് ഇസ് ദ ഫൈനൽ പ്രോഡക്റ്റ് ഓഫ് സക്സസ്ഫുൾ മെറ്റാബോളിസം. That is, during growth, the anabolic process ആണ് ഡോമിനേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഗ്രോത്ത് ഞാൻ പറഞ്ഞു. ഇങ്ങനെ പ്ലാന്റ് ഗ്രോത്തും അനിമൽ ഗ്രോത്തിനും ഡിഫറൻസ് ഉണ്ട്. അതായത് നമ്മളുടെ അനിമൽ ഗ്രോത്ത് എന്താ, ഇത് ആക്ച്വലി ഡിഫ്യൂസ്ഡ് ഗ്രോത്താ. അതായത് ഞാൻ ഇപ്പോ ബേബി ആയിരുന്നു, പെട്ടെന്ന് എന്റെ കാല് മാത്രം വളർന്നില്ല, എന്ത് വളർന്നു, എന്റെ ടോട്ടൽ ബോഡി ഹെഡ് ടു ടോ ഓരോ പാർട്സും വളർന്നു. പക്ഷെ പ്ലാന്റ്സിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ലോക്കലൈസ്ഡ് ആൻഡ് ഇറഗുലർ ഗ്രോത്ത് ആയിരിക്കും. അതായത് നമ്മളിപ്പോ ഒരു പ്ലാന്റ് എടുത്തു നോക്കി, അതിന് റൂട്ട് ഷൂട്ട് സിസ്റ്റം ഒക്കെ ഉണ്ടെന്ന് പഠിച്ചു. അപ്പൊ ഷൂട്ട് സിസ്റ്റം പെട്ടെന്ന് എന്താ അവരെ ഗ്രോ ചെയ്യും, പക്ഷെ റൂട്ട് സിസ്റ്റം താഴെ അങ്ങനെയായിരിക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയണത്, പ്ലാന്റ് ഗ്രോത്ത് എന്താ, ഇറ്റ്സ് ഇറഗുലർ ആർ ലോക്കലൈസ്ഡ് ആണ്. ഇനി ഗ്രോത്ത് എന്താ ഞാൻ പറഞ്ഞു. ഈ ഡെവലപ്മെന്റ് എന്താ, ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ഈ സെൽസ് എന്താ, അവര് ഫോം ചേഞ്ച് ചെയ്ത് ഫങ്ഷൻ ചേഞ്ച് ചെയ്ത് സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ ആകും, അല്ലെങ്കിൽ ഓർഗൻ അല്ലെങ്കിൽ സ്ട്രക്ചർ. അതിനെയാണ് എന്താ പറയാ, ഡെവലപ്മെന്റ് എന്ന് പറയാം. ഡെവലപ്മെന്റ് എന്താ, ഇറ്റ്സ് എ പ്രോസസ് ഇൻ വിച്ച് സെൽസ് ചേഞ്ച് form and function to form the specialized tissues, organ and structure required during the life cycle of plant. Okay, ഇനി നമുക്ക് പിന്നെ എന്ത് നോക്കണം, പ്ലാൻ ഗ്രോത്ത് എന്താ, നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കണം. പ്ലാൻ ഗ്രോത്ത്, ഓക്കെ, പ്ലാൻ ഗ്രോത്ത് എന്താ ആക്ച്വലി യുണീക്ക് ആണ്. കാരണം ഇതിലാണ് പ്ലാന്റ്സ് എന്താ ഈ അൺലിമിറ്റഡ് ഗ്രോത്തിന് ഉള്ള കപ്പാസിറ്റി പ്ലാൻ ഗ്രോത്ത് കാരണം കിട്ടണം. ഇനി ഇവർക്ക് ഗ്രോ ചെയ്യാൻ സഹായിക്കുന്ന ആരാ, ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് മെരിസ്റ്റംസ്. മെരിസ്റ്റംസ് ഞാൻ പറഞ്ഞിരുന്നു, അവർക്ക് ഡിവൈഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള മൈറ്റോട്ടിക് പൊട്ടൻഷ്യൽ ഉള്ള സെൽസ് ആണ് മെരിസ്റ്റം ടിഷ്യൂ. ഇനി ഈ സെൽസ് ഓഫ് സച്ച് മെരിസ്റ്റം എന്താ, അവർക്ക് ഡിവൈഡ് ചെയ്യാനും സെൽഫ് പെർപെച്വേറ്റ് ചെയ്യാനുള്ള എന്തുണ്ടാവും, കഴിവ്. എന്നിട്ടാണ് അത് കഴിഞ്ഞിട്ടാണ് എന്താ പറയാ
ലേറ്റർ പാർട്ട് ഓഫ് ദ പ്ലാന്റ്, അതായത് കുറെ കാലം കഴിഞ്ഞിട്ടാണ് അവർ എന്ത് ചെയ്യുക, ഈ ഡിവൈഡ് ചെയ്യുന്ന കപ്പാസിറ്റി അവർ എന്ത് ചെയ്യും, അവർ കുറഞ്ഞ് അത് പെർമനന്റ് സെല്ലായി മാറും. ഇനി ഈ ചില പ്ലാന്റ് സ്ട്രക്ചേഴ്സ് എന്താ ഡിറ്റർമിനേറ്റ് ആണ്, പക്ഷെ ചിലത് ഇൻഡിറ്റർമിനേറ്റ്. ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താ, അതൊരു സർട്ടൻ സൈസ് അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഷേപ്പ് അല്ലെങ്കിൽ എത്ര ഗ്രോ ചെയ്യണോ അവിടെ വരെ എത്തും, എന്നിട്ട് എന്ത് ചെയ്യും, അത് കഴിഞ്ഞാൽ അവര് മരിക്കും. പക്ഷെ ചിലതുണ്ട് നമ്മളുടെ അതായത് വെജിറ്റേറ്റീവ് സ്റ്റെമ്മും റൂട്ടും എന്താ, അത് എന്താ പറയുക ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് ആണ്. അതായത് ദേ ഗ്രോ ബൈ എന്ത് ജനറസ്ലി ഗ്രോ ബൈ മെരിസ്റ്റംസ്. ഈ മെരിസ്റ്റംസ് ആക്റ്റീവായി റീപ്രൊഡക്റ്റീവായ കാരണമാണ് അതിനെ നമ്മൾ എന്താണ് ഡിറ്റർമിനേറ്റ് എന്ന് പറയണം. അപ്പോ പ്ലാൻ ഗ്രോത്ത് എന്താവാം, പ്ലാൻ ഗ്രോത്ത് ഡിറ്റർമിനേറ്റീവ് ആവാം, ഇൻഡിറ്റർമിനേറ്റീവ് ആവാം. ഇൻഡിറ്റർമിനേറ്റ് എന്ന് പറയുന്നത് എന്താ, അതായത് സെനസൻസ് വഴി അവര് എന്താ പറയും മരിക്കും. പക്ഷെ ഡിറ്റർമിനേറ്റ് എന്ന് പറയുന്നത് എന്താ, ഡിറ്റർമിനേറ്റ് എന്ന് പറയുന്നത് സോറി ഞാൻ തെറ്റി പറഞ്ഞു, ഡിറ്റർമിനേറ്റ് ആണ് സെനസൻസ് വഴി മരിച്ചു പോണത്. പക്ഷെ ഇൻഡിറ്റർമിനേറ്റ് മരിക്കില്ല, കണ്ടിന്യൂസ്ലി മെരിസ്റ്റലുകൊണ്ട് ഡിവൈഡ് ചെയ്തോണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് എന്താ, ടൈപ്പ് ഓഫ് മെരിസ്റ്റംസ്. ഇത് ഞാൻ ഏത് ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു, മറ്റേ ഹ്യൂമൻ അനാറ്റമി സോറി പ്ലാന്റ് അനാറ്റമിയിലും പിന്നെ ഞാൻ കുറച്ചത് പ്ലാന്റ് മോർഫോളജിയിലും പറഞ്ഞിരുന്നു 3 ടൈപ്പ് ഓഫ് മെരിസ്റ്റംസ്. അപ്പോ 3 ടൈപ്സ് ഓഫ് എന്തുണ്ട് മെരിസ്റ്റം. അതിൽ ഫസ്റ്റ് ആണ് എപ്പിക്കൽ. എപ്പിക്കൽ എന്ന് പറഞ്ഞ പേരിൽ തന്നെ ഉണ്ട് എന്താ എപ്പെക്സിൽ കാണും, അതായത് എന്തെങ്കിലും സ്ട്രക്ചറിന്റെ എപ്പെക്സ്, അതായത് ഷൂട്ടിലും കാണും റൂട്ട് എപ്പെക്സിലും കാണും. ഷൂട്ട് എപ്പെക്സ് പ്ലസ് റൂട്ട് എപ്പെക്സ്. ഇനി ഇത് കാരണം എന്താ, ഈ എപ്പിക്കൽ മെരിസ്റ്റം എന്താ ഈ എപ്പെക്സിലെ കാരണം, അത് കാരണം എന്താ, ഇത് കാരണമാണ് ലെങ്ത് ഓഫ് ദ പ്ലാന്റ് കൂടണം. ഇനി ആൻജിയോസ്പോംസും ജിംനോസ്പോംസും എന്താ ഗ്രൂപ്പ് ഓഫ് മെരിസ്റ്റമാറ്റിക് സെൽസ് ഉണ്ട്. പക്ഷെ അതിന് മുമ്പുള്ള നമ്മളുടെ ബ്രയോഫൈറ്റ്സും ടെറിഡോഫൈറ്റ്സിലും എന്താ ആകെ ഒരു സിംഗിൾ സെല്ലേ ഉള്ളൂ ഷൂട്ട് എപ്പെക്സിൽ. അത് കാരണം അവരുടെ ഗ്രോത്ത് എന്തായിരിക്കും സ്റ്റണ്ടഡ് ആയിരിക്കും. പക്ഷെ നമ്മളുടെ ആൻജിയോസ്പോം ജിംനോസ്പോം ഇങ്ങനെ ഹൈറ്റിൽ വളരാൻ കാരണം എന്താ, അവർക്ക് എന്താ ഒരു ഗ്രൂപ്പ് ഓഫ് മെരിസ്റ്റമാറ്റിക് എന്താ സെൽസ് ഉണ്ട്. ഇനി രണ്ടാമത്തെ ടൈപ്പ് മെരിസ്റ്റം ആണ് നമ്മളുടെ, നിങ്ങൾ തന്നെ പറയാം, ഇന്റർ കാലറി മെരിസ്റ്റം. ഇന്റർ കാലറി മെരിസ്റ്റം എന്താ, ഇത് ആക്ച്വലി നോഡ്സില് പ്ലാന്റുകൾ നോഡ്സിന് മീതെ കാണുന്നതാണ് ഇന്റർ കാലറി മെരിസ്റ്റം. ഇത് കാരണം എന്താ പ്ലാന്റിന്റെ ലെങ്ത് കൂടാനും സാധ്യതയുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് ബാംബൂസ്. ഇതിന്റെ എക്സാമ്പിൾ ആണ് എന്ത് ബാംബൂസ. ഇനി ഞാൻ മുകളിലേക്കുള്ള ഗ്രോത്ത് പറഞ്ഞു. ഇനി ഈ നമ്മളുടെ ഒരു മരത്തിന്റെ തടി, ആ തടി എന്താ ട്രങ്ക് പോലെ കണ്ടിട്ടില്ല, ഈ വുഡായി ഉപയോഗിക്കുന്ന ആ തടിയെ സഹായിക്കുന്ന ലാറ്ററൽ ഗ്രോത്തിനെ സഹായിക്കുന്നതാണ് നമ്മളുടെ എന്ത് ലാറ്ററൽ മെരിസ്റ്റംസ്. ലാറ്ററൽ മെരിസ്റ്റംസ് എന്താ ആക്ച്വലി ഡിവൈഡ് ചെയ്ത് എന്ത് റേഡിയൽ ഡയറക്ഷനിലാണ് അവർ ഡിവൈഡ് ചെയ്യുക. അതിന്റെ എക്സാമ്പിൾ ആണ് പോർക്കേമ്പിയം ആൻഡ് വാസ്കുലർ കേമ്പിയം. ഇത് ഞാൻ എവിടെ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളുടെ പ്ലാന്റ് അനാറ്റമി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഞാൻ പഠിപ്പിച്ചത്. ഓക്കെ, ഇതാണ് എന്താ ഇതുവരെ പഠിച്ചതിന്റെ സമ്മറി. അത് കഴിഞ്ഞ് നമുക്ക് ഗ്രോത്ത് എങ്ങനെ മെഷർ ചെയ്യാം, ഫേസസ് ഓഫ് ഗ്രോത്ത്, പ്ലാന്റ് ഗ്രോത്ത് റേറ്റ്, ഇതാണ് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം ഇതുവരെ പഠിച്ചത് NCERT നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലിവിങ് ബീയിങ്ങിന്റെ മോസ്റ്റ് ഫണ്ടമെന്റൽ ആൻഡ് കോൺസ്പിക്വസ് ക്യാരക്ടറിസ്റ്റിക് ആണ് എന്ത് ഗ്രോത്ത്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ആക്ച്വലി ഇറിവേഴ്സിബിൾ ആണ്, പെർമനന്റ് ഇൻക്രീസ് ഇൻ സൈസ്, ഒരു ഓർഗൻ അല്ലെങ്കിൽ ഒരു പാർട്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സെല്ല്. അപ്പൊ ഇതിൽ ഹൈലൈറ്റ് ചെയ്യേണ്ട കീവേഡ്സ് എന്താ, ഇറിവേഴ്സിബിൾ ആണ്, പിന്നെന്താ പെർമനന്റ് ഇൻക്രീസ് ഇൻ സൈസും ആണ്. ഇനി ജനറലി ഗ്രോത്ത് എന്നത് ആക്ച്വലി അക്കമ്പനീഡ് ബൈ മെറ്റബോളിക് പ്രോസസ്, അതായത് ആനബോളിക്കും കാറ്റബോളിക്കും. പക്ഷെ നോർമലി എന്താ ആനബോളിക് ആണ് കൂടുതൽ ഗ്രോത്തിന്റെ സമയത്ത് എന്ത് ആക്റ്റീവ് ആയിരിക്കുന്നത്. കാരണം എന്താ, നമുക്ക് ഗ്രോ ചെയ്യണം, ആ എനർജി ലോസ് ആവരുത്. അതിന്റെ ഒരു എക്സാമ്പിൾ എന്താ, എക്സ്പാൻഷൻ ഓഫ് ലീഫ് എന്താ ഗ്രോത്ത് ആണ്.
ഇനി ഞാൻ പറഞ്ഞു ചില പ്ലാൻ ഗ്രോത്ത്സ് ഡിറ്റർമിനേറ്റ് ആവും, ചില പ്ലാൻ ഗ്രോത്ത് എന്താ ഇൻഡിറ്റർമിനേറ്റ് ആവും. ഇൻഡിറ്റർമിനേറ്റ് എന്ന് പറയണത് എന്താ? ഡിറ്റർമിനേറ്റ് എന്ന് പറയുന്നത് പ്ലാന്റ് ഗ്രോ ചെയ്ത് ഒരു ഫൈനൽ ലെവൽ എത്തിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അത് ഏജ് ആയി മരിച്ചു പോകും. പക്ഷെ ചിലത് കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും, കാരണം അവരുടെ മെരിസ്റ്റമാറ്റിക് പൊട്ടൻഷ്യൽ കൂടുതലാണ്. ആസ് ഇൻ ഈ വെജിറ്റേറ്റീവ് പാർട്സ് ആണ്. അതെന്താ? വെജിറ്റേറ്റീവ് പാർട്സ് ഓഫ് ഈ സോറി എന്തായിരുന്നു, മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി പാർട്സിലാണ് അത് കൂടുതൽ. Okay. This ability of plants and is due to the presence of meristems at certain locations in their body. ഇനി ചിലതെന്താ, ചിലർ ഈ ഡിവൈഡ് ചെയ്യാൻ കപ്പാസിറ്റി പെട്ടെന്ന് അവരുടെ കയ്യിൽ നഷ്ടപ്പെടും. അങ്ങനെയാണ് എന്താവുക, അന്ന് കഴിഞ്ഞിട്ട് അവിടെയാണ് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് പുതിയ സെൽസ് അവിടെ ഇടും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ആക്റ്റീവ് ഓപ്പൺ ഫോം ഓഫ് ഗ്രോത്ത് എന്ന് പറയണ അതിനെയാണ്. ഓക്കെ. ഇനി പ്രൈമറി ഗ്രോത്ത് ഓഫ് പ്ലാന്റിന് അല്ലെങ്കിൽ ഇലോങ്ങേഷൻ ഓഫ് ആക്സിസിന് സഹായിക്കണം എന്താ? അതിന് സഹായിക്കുന്നതാണ് എന്ത്, നമ്മളുടെ മെരിസ്റ്റംസ്. എന്ത് 3 ടൈപ്പ് മെരിസ്റ്റം ഉണ്ട്. ഒന്ന് എപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം, പിന്നെന്താ വാസ്കുലർ ഈ കേംബിയം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഈ ഡൈക്കോട്ടിലും ജിംനോസ്പേംസിലൊക്കെ എന്താ, ഈ ലാറ്ററൽ മെരിസ്റ്റംസ് ഒക്കെ ലേറ്റർ ആയിട്ട് അപ്പിയർ ചെയ്യുക. അതായത് ഒരു പ്ലാന്റ് ഉണ്ടായി ജെർമിനേറ്റ് ചെയ്ത് കുഞ്ഞ് പ്ലാന്റ് സാപ്ലിംഗ് ആയി, അപ്പൊ അതിന്റെ തടിയാണ് കൂടുതൽ, ഹൈറ്റ് ആണ് കൂടുതൽ. ഫസ്റ്റ് ഹൈറ്റ് അല്ലേ കൂടുക, ഹൈറ്റ് കൂടി കഴിഞ്ഞിട്ടാണ് എന്തുണ്ടാവുക, നമ്മളുടെ ഈ എപ്പിക്കൽ മെരിസ്റ്റവും ലേറ്ററൽ മെരിസ്റ്റായ നമ്മളുടെ വാസ്കുലർ കേംബിയം അപ്പിയർ ചെയ്ത് ഗേർത്തിന് സഹായിക്കണം. മനസ്സിലായല്ലോ? ഇതിനെയാണ് എന്ത് പറയാ, സെക്കൻഡറി ഗ്രോത്ത് ഓഫ് പ്ലാന്റ്. ഓക്കെ. ഇനി എന്താ നമുക്ക് പറയേണ്ടത്, ഗ്രോത്ത് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഇതുവരെ പഠിച്ച നിങ്ങളിപ്പോ റിവൈസ് ചെയ്യുക. അതായത് എന്താ ഞാൻ പറഞ്ഞു, പ്ലാന്റ് ഗ്രോത്തിന്റെ ടൈപ്പ് എന്താ, ഡെവലപ്മെന്റ് എന്താ, പിന്നെ ഗ്രോത്തിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്താ, അതൊക്കെ നമ്മളിന്ന് പഠിച്ചു. ഇനി നമുക്ക് എന്താന്ന് പഠിക്കാനുള്ളത് വേറെ, അതാണ് നമ്മളുടെ ഗ്രോത്തിനെ എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും? ഇത് ആക്ച്വലി എന്താ, ഒരു ഇൻക്രീസ് ഇൻ എമൗണ്ട് ഓഫ് പ്രോട്ടോപ്ലാസം എന്ന് പറയുന്ന ഒരു സെല്ലിന്റെ ഇൻക്രീസ് ഇൻ പ്രോട്ടോപ്ലാസം ആണ് ഗ്രോത്ത്. അപ്പൊ ഇത് ആക്ച്വലി എന്താ, ഈ എമൗണ്ട് ഓഫ് പ്രോട്ടോപ്ലാസം മെഷർ ചെയ്യാൻ എന്താ എളുപ്പമാണോ? അല്ല. കാരണം ഒന്നാമത് ഈ പ്രോട്ടോപ്ലാസും സൈറ്റോപ്ലാസും ഒക്കെ നമ്മൾ എങ്ങനെ നോക്കണം, അത് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കണം. അതുകൂടാതെ അത് മെഷർ ചെയ്യാന്ന് പറയുന്നത് എളുപ്പമല്ല. അത് കാരണം എന്താ, ജനറലി ഗ്രോത്ത് ഇൻ പ്ലാന്റ് നമ്മൾ ഉദ്ദേശിക്കണം ഒന്നിനെ ഇൻക്രീസ് ഇൻ ഷേപ്പ്, അല്ലെങ്കിൽ സൈസ്, വെയിറ്റ്, അല്ലെങ്കിൽ വോള്യൂം. അതിൽ എന്തെങ്കിലും ഇൻക്രീസ് വന്നാൽ നമുക്ക് അതിന് പറയാം ഗ്രോത്ത് ആയി എന്ന് പറയാം. ഇതൊക്കെ ആക്ച്വലി എക്സ്ട്രിൻസിക്കും ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് ആയിട്ടാണ് വേരി ചെയ്യും. അതായത് നമ്മൾ എന്താ പറയാ, ഒരു തണ്ണിമത്തന്റെ സീഡ്സ് ഗ്രോ ചെയ്യാൻ വെച്ചു, എന്നിട്ട് എന്താണ്, അത് കുറച്ച് സമയമാകുമ്പോൾ അത് ഗ്രോ ചെയ്യാൻ വന്നു. പിന്നെ അതിപ്പോ തണ്ണിമത്തന് ഒരു മീഡിയം ആവറേജ് സൈസായി ഗ്രോ ചെയ്തു വന്നു. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു ഗ്രോ ആയി. പിന്നെ പക്ഷെ പെട്ടെന്ന് അടുത്ത 2-3 ദിവസം നല്ല വെയിലായിരുന്നു, എന്നുവെച്ചാൽ ഭയങ്കര പൊട്ട ക്ലൈമറ്റ് ആയതുകൊണ്ട് നല്ല വെയിലായതുകൊണ്ട് എന്തുണ്ടാവും, ഈ തണ്ണിമത്തൻ ഷ്രിങ്ക് ആയി വരും. അപ്പൊ എനിക്ക് പറയാൻ പറ്റും തണ്ണിമത്തൻ ഞാൻ ഗ്രോ ചെയ്തിരുന്നു, പക്ഷെ അതിപ്പോ ഷ്രിങ്ക് ആയി, അപ്പൊ ഇതിന്റെ ഗ്രോത്ത് കുറഞ്ഞു. ഇല്ലല്ലോ. അപ്പൊ ഇത് ആക്ച്വലി എബ്സ്ട്രാക്ട് മെത്തേഡ് അല്ല ഗ്രോത്ത് മെഷർ ചെയ്യാൻ. കാരണം ഇത് വേരി ചെയ്യും, ഒന്നില്ലെങ്കിൽ ഇൻട്രിൻസിക്കലി അല്ലെങ്കിൽ എക്സ്ട്രിൻസിക്കലി ബൈ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. ഓക്കെ. ഗ്രോത്ത് അറ്റ് സെല്ലുലാർ ലെവൽ എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ എമൗണ്ട് ഓഫ് പ്രോട്ടോപ്ലാസ് ആണ്. അത് ആരായാലും, അനിമൽ ആയാലും എന്താ പറയാ, പ്ലാന്റ് ആയാലും. പക്ഷെ നമുക്ക് ഇൻക്രീസ് ഇൻ പ്രോട്ടോപ്ലാസം മെഷർ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇറ്റ് ഇസ് മെഷർഡ് ബൈ വെറൈറ്റി ഓഫ് പാരാമീറ്റേഴ്സ്. അതായത് ഇൻക്രീസ് ഇൻ ഫ്രഷ് വെയിറ്റ്, അല്ലെങ്കിൽ ഡ്രൈ വെയിറ്റ്, ലെങ്ത്, അല്ലെങ്കിൽ ഏരിയ, വോളിയം, അല്ലെങ്കിൽ സെൽ നമ്പർ. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ഉണ്ട്. ഒരു സിംഗിൾ മെയ്സ് റൂട്ട് എപ്പിക്കൽസ് മെരിസ്റ്റത്തിന് 17,500 സെൽസ് ഉണ്ടാക്കാൻ പറ്റും ഒരു മണിക്കൂറിൽ. പക്ഷെ ഒരു വാട്ടർമെലൺ ആയാലോ അതിന് എത്ര 350,000 ടൈംസ് ആയി ഇൻക്രീസ് ഇൻ സൈസ് ആക്കാൻ പറ്റും. കാരണം ഇപ്പൊ ഇതിൽ നിങ്ങൾ നോക്കൂ, ഫസ്റ്റത്തെ കേസിൽ എന്താ ഞാൻ പറയുന്നത്, അത് ഇൻക്രീസ് ഇൻ സെൽ നമ്പർ ആണ്. പക്ഷെ സെക്കൻഡ് കേസിൽ ഞാൻ പറയുന്നത് ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് സെല്ല്. അപ്പൊ രണ്ടും 2 ഡിഫറെന്റ് വേസ് ടു മെഷർ ഗ്രോത്ത് ആണ്. പക്ഷെ അതിന് നമ്മൾ എന്ത് പറയും, ഗ്രോത്ത് ആണ്.
പിന്നെ ചില പോളൻ ട്യൂബ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം, ലെങ്ത് വെച്ച് നോക്കാം. പിന്നെ ചില ഈ ഡോർസിവെൻട്രൽ ലീഫ് ആണെങ്കിൽ സർഫസ് ഏരിയയും നോക്കാം. ഓക്കെ, ഇനി നോക്കേണ്ടത് എന്താ, ഫേസസ് ഓഫ് ഗ്രോത്ത് ആണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു ഫസ്റ്റ് എന്താ ഉണ്ടാവുക, ഗ്രോ ചെയ്യണമെങ്കിൽ സെൽ ഫോർമേഷൻ, അതാണ് ഫേസ് ഓഫ് സെൽ ഫോർമേഷൻ. ഇത് ആക്ച്വലി എന്താ, ഈ എപ്പെക്സിലാണ് ലിമിറ്റ് ആയിരിക്കുന്നത്. എപ്പെക്സ് ഓഫ് ഷൂട്ട് അല്ലെങ്കിൽ റൂട്ട് മെരിസ്റ്റത്തിലാണ് ഇത് ഉണ്ടാവുക. ഇതിൽ എന്തുണ്ടാവും, ഈ റീജിയനിൽ സെൽസ് കണ്ടിന്യൂ ഡിവൈഡ് ചെയ്ത് നമ്പർ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. ആ സമയത്ത് എന്താ, ഈ സെൽസിന് ഈ പ്രോട്ടോപ്ലാസം റിച്ച് ആയിരിക്കും, പിന്നെ ന്യൂക്ലിയർ വലുതായിരിക്കും, പിന്നെ സെല്ലുലോസിക് വാൾസും കാണും. അപ്പൊ ഇത് സെൽ ഫോർമേഷൻ ആയി. ഞാൻ കുറെ മൾട്ടിപ്ലൈ ചെയ്ത് കുറെ സെൽസ് ആയി. ഇനി നമുക്ക് എന്താക്കണം, ഈ പ്ലാന്റിനെ ഗ്രോ ചെയ്യണമെങ്കിൽ ലെങ്ത് കൂട്ടണം. അതാണ് സെൽ ഇലോങ്ങേഷൻ. ഇത് ആക്ച്വലി എന്താ, ഈ സെൽ ഫോർമേഷന്റെ ഫേസിന് എക്സാക്ട്ലി ബിലോ ഇല്ലേ, അതിന്റെ തൊട്ട് താഴെയാണ് ഈ ഫേസ് കാണാൻ പറ്റുക. ഇതിൽ എന്ത് ഉണ്ടാവും, ഈ സെല്ലിന്റെ ലെങ്ത് കൂട്ടാൻ കുറച്ച് വാക്യൂൾസ് ഫോം ചെയ്യും. ഈ വാക്യൂൾസ് ആകുമ്പോൾ അവിടെ വെള്ളവും ഡിസോൾവ് മെറ്റീരിയലും കളക്ട് ആയിരിക്കും. എന്നിട്ട് ഈ അവസാനം ഈ കുറെ വാക്യൂൾസ് കൂടി ചേർന്നുണ്ടാവും, ഒരു വലിയ ബിഗ് വാക്യൂൾ ആവും. ഈ ബിഗ് വാക്യൂൾ ആണ് എന്തുണ്ടാവുക, അതിനാണ് പ്രിമോഡിയൽ യൂട്രിക്കിൾ എന്ന് പറയണം, ഒരു ഇലോങ്ങേറ്റഡ് ഐ സെൽ ഇലോങ്ങേഷൻ. അത് കഴിഞ്ഞ് എന്താ, ഞാൻ എന്താ പറയാ ഡിവൈഡ് ചെയ്തു, ഇലോങ്ങേറ്റ് ആയി. ഇനി എനിക്ക് ആ സെല്ലിനെ കുറച്ച് ഫങ്ഷൻസ് എത്തിക്കണം. അതാണ് സെൽ ഡിഫറൻഷിയേഷൻ, ഫേസ് ഓഫ് സെൽ മെച്ചുറേഷൻ അല്ലെങ്കിൽ സെൽ ഡിഫറൻഷിയേഷൻ. ഇത് ആക്ച്വലി ലീഡ്സ് ടു എന്താ, ഡെവലപ്മെന്റ് ഓഫ് സ്പെഷ്യലൈസ്ഡ് മെച്ചുവർ ടിഷ്യൂ സെൽ. അതിനെയാണ് എന്താ പറയാ, നമ്മളുടെ ഓരോ ഫങ്ഷൻ, സൈലം ട്രക്കീഡോ ട്രക്കിയ എന്ത് വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ ഫ്ലോയം. അതായത് ഇവർക്കൊക്കെ സ്പെസിഫിക് ഫങ്ഷൻ ഞാൻ കൊടുത്തു. അതെന്താ, ഒന്ന് വാട്ടർ മിനറൽ ട്രാൻസ്പോർട്ട് ചെയ്യാനും, പിന്നെന്താ ഇത് ഫോം ചെയ്യാനും, ഫുഡ് കൊടുക്കാനും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഫേസസ് ഓഫ് ഗ്രോത്ത് നോക്കാം. ഫേസ് ഓഫ് ഗ്രോത്ത് ആക്ച്വലി 3 ഉണ്ട്, മെരിസ്റ്റമാറ്റിക്, ഇലോങ്ങേഷൻ ആൻഡ് മെച്ചുറേഷൻ. അപ്പൊ ഫസ്റ്റ് എന്താ, ഈ എപ്പെക്സ്, റൂട്ട് എപ്പെക്സിലും ഷൂട്ട് എപ്പെക്സിലും മെരിസ്റ്റമാറ്റിക് ഫേസ് ഓഫ് ഗ്രോത്ത് ഉണ്ടാവും, കോൺസ്റ്റന്റ്ലി ഡിവൈഡിങ് സെൽസ് ഉണ്ടാവും, അതാണ് മെരിസ്റ്റമാറ്റിക് ഗ്രോത്ത്. ഇതിൽ ആക്ച്വലി സെൽസ് എന്താ, ഞാൻ പറഞ്ഞു, റിച്ച് ഇൻ പ്രോട്ടോപ്ലാസവും വലിയ ന്യൂക്ലിയസും ഉണ്ട്. പിന്നെ സെൽ വോൾസ് പ്രൈമറി ആയിരിക്കും, തിൻ ആൻഡ് സെല്ലുലോസിക് ആയിരിക്കും. ഇനി ഇതിനെ തൊട്ട് പ്രോക്സിമലിലാണ് എന്താ പറയാ, ഫേസ് ഓഫ് ഇലോങ്ങേഷൻ വരാം. ഇതിലാണ് ഇൻക്രീസ്ഡ് വാക്യുലേഷൻ പറഞ്ഞു. എല്ലാം വാക്യുലേഷൻ ആവുമ്പോൾ എല്ലാം കൂടി ചേർന്ന് ഒരു വലിയ സെല്ലാവും. അപ്പൊ ന്യൂ സെൽ വോൾ ഡെപ്പോസിഷൻ ഉണ്ടാവും ഇതില്. ഇനി എപ്പെക്സിന് തൊട്ടും പ്രോക്സിമൽ ആയിട്ട് വേറെ എന്താ, അതാണ് ഫേസ് ഓഫ് മെച്ചുറേഷൻ. ഇതിലെന്താ, മാക്സിമം സൈസ് ഉണ്ടാവും, വാൾ തിക്കനിങ് ഉണ്ടാവും, പിന്നെ പ്രോട്ടോപ്ലാസ്മിക് മോഡിഫിക്കേഷൻസും ഉണ്ടാവും. ഇനി അടുത്ത് നമുക്ക് എന്താ പഠിക്കേണ്ടത്, ഗ്രോത്ത് റേറ്റ് ആണ്. ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ എത്ര ഗ്രോത്ത് ഇൻക്രീസ് ആയി, അത് നമ്മൾ യൂണിറ്റ് ടൈം, അതാണ് റേറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ മെഷർ ചെയ്യുന്നതെന്ന് പറയുന്നത് ഗ്രോത്ത് റേറ്റ് എന്ന്. 2 ടൈപ്പ് ഗ്രോത്ത് റേറ്റ് ഉണ്ട്, ഒന്ന് അരിത്മെറ്റിക് ഗ്രോത്തും ജോമെട്രിക് ഗ്രോത്തും. അരിത്മെറ്റിക് ഗ്രോത്ത് എന്താ, ഒരു ഡിവൈഡിങ് സെല്ലിൽ നിന്ന് എന്തുണ്ടാവും, 2 ന്യൂ സെല്ല് ഫോം ചെയ്യും. അതിന്ന് ഒരു സെല്ല് കണ്ടിന്യൂസ് ടു ഡിവൈഡ്. പക്ഷെ മറ്റേത് എന്ത് ചെയ്യും, മറ്റേ സെല്ല് എന്ത് ചെയ്യും, ഡിഫറൻഷിയേറ്റ് ചെയ്ത് മെച്യൂർ ചെയ്യും, അതായത് ഡിവൈഡിങ് സ്റ്റോപ്പ് ചെയ്യും. ഇതിന്റെ എക്സാമ്പിൾ ആണ് റൂട്ട് അല്ലെങ്കിൽ ഷൂട്ട് ഇലോങ്ങേഷൻ. അതായത് ഞാൻ പറഞ്ഞുതരാം, ഈ ഒരു സെല്ല് എന്താ, ഇത് ഡിവൈഡ് ചെയ്തു 2 സെല്ലായിട്ട്. അതിലെന്താ, ഒരു ഡിവൈഡിങ് ഫേസ് ഉണ്ട്, നോൺ ഡിവൈഡിങ് ഫേസ്. ആ നോൺ ഡിവൈഡിങ് ഫേസ് എന്താ, വീണ്ടും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. അതിനി വീണ്ടും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും, അതിനി വീണ്ടും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഒരു നോൺ ഡിവൈഡിങ് അതിന്റെ ഒപ്പം തന്നെ ഉണ്ടാവും. ഇതിനെയാണ് എന്ത് പറയാ, അരിത്മെറ്റിക് ഗ്രോത്ത് എന്ന് പറയണം. അരിത്മെറ്റിക് ഗ്രോത്തിനപ്പോ നമ്മൾ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ എഴുതാം, LT എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ള ലെങ്ത് ഇസ് ഈക്വൽ ടു ആദ്യത്തെ L0 പ്ലസ് RT. R എന്ന് പറയുന്ന ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ എന്താ, ഇലോങ്ങേഷൻ പെർ യൂണിറ്റ് ടൈം. ഇനി നമ്മൾ അതിന്റെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാന്ന് വിചാരിക്കുക. അതായത് എന്താ, ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ്, അതാണ് Y ആക്സിസിൽ. പിന്നെന്ത്, ടൈം, അത് പ്ലോട്ട് ചെയ്യുന്ന ഒരു ലീനിയർ എന്തുണ്ടാവും, ലീനിയർ ഗ്രാഫാണ് നമുക്ക് കിട്ടുക. അതായത് ഇത് ആക്ച്വലി L0 ആണ്, എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, 0 സ്റ്റാർട്ട് ചെയ്യില്ല, ഒരു പെർട്ടിക്കുലർ ലെങ്ത് ഉണ്ടാവും. അത് പ്ലസ് എന്താ,
ഓരോ ടൈമിൽ, അതായത് 1 സെക്കൻഡിൽ ഇത്ര ഗ്രോത്ത് ആയി, 2 സെക്കൻഡിൽ ഇത്ര ഗ്രോത്ത്, 3 ഇതിലിത്, 4 ഒരു ലീനിയർ ഗ്രാഫ് കിട്ടും. ഇനി ജോമെട്രിക് ആൻഡ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്, അതിനെന്താ പറയാ, ഞാൻ ഒരു ഡിവൈഡിങ് സെല്ലിൽ എന്താ 2 ഡോട്ടർ സെല്ലായി, പക്ഷെ ഇതിലെന്താ 2 ഡോട്ടർ സെല്ലും ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് എല്ലാ ടിഷ്യൂ, ഓർഗൻസ്, ഡെവലപ്പിംഗ് സീഡ്സ് അല്ലെങ്കിൽ ജെർമിനേറ്റിംഗ് സീഡ്സ് അവരെന്താ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. അതിനെയാണ് നമ്മൾ എന്താ പറയാ, ജോമെട്രിക് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. അപ്പൊ W1 ഇസ് ഈക്വൽ ടു എത്രയാ, W0 e⁻RT. W1 എന്ന് പറയുന്ന ഫൈനൽ സൈസ് ആണ്, W0 എന്ന് പറയുന്ന സൈസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് പീരീഡ്, R എന്ന് പറയുന്ന ഗ്രോത്ത് റേറ്റ്, T എന്ന് പറയുന്ന ടൈം ഓഫ് ഗ്രോത്ത്. ഇതിന് നമ്മളൊരു ഗ്രോത്ത് അഗെയിൻസ്റ്റ് ടൈം കർവ് ഒരു പ്ലോട്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, ഒരു ടിപ്പിക്കൽ സിഗ്മോയിഡ് അല്ലെങ്കിൽ എസ് കർവ് ആണ് കിട്ടുക. ഇതെങ്ങനെ സിഗ്മോയിഡ് ഞാൻ പറഞ്ഞു തന്നിരുന്നു, എസ് ഷേപ്ഡ്. ഇതിൽ ഫസ്റ്റ് ഒരു ലാഗ് ഫേസ് കാണും, ലാഗ് ആണ് ഗ്രോ ചെയ്യാൻ, ലാഗ് ഫേസ്. പിന്നെ എക്സ്പോണൻഷ്യൽ ഗ്രോ ചെയ്യണതിന് ലോഗ് ഫേസ്, പിന്നെ ഒരു സ്റ്റേഷനറി ഫേസ്. ഓക്കെ, ഇനി 2 ടൈപ്പ് ക്വാളിറ്റേറ്റീവ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ ഗ്രോത്ത് റേറ്റ് ആക്ച്വലി 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ആബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റും മറ്റേത് റിലേറ്റീവ് ഗ്രോത്ത് റേറ്റും. ആബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് എന്താ, അതായത് ഞാൻ ടോട്ടൽ ഗ്രോത്ത് പെർ യൂണിറ്റ് ടൈം ഇൻ പ്ലാന്റ്സ് ആണ് ഞാൻ മെഷർ ചെയ്ത് കമ്പയർ ചെയ്യുക. പക്ഷെ റിലേറ്റീവ് എന്താ, ഞാൻ ഒരു ഇനീഷ്യൽ പാരാമീറ്റർ ഉണ്ടാവും, ഇനീഷ്യൽ ഗ്രോത്ത് ആയിട്ട് കമ്പയർ ചെയ്ത് ഞാൻ എൻ്റെ പ്ലാന്റ് ഇപ്പൊ എത്ര ഗ്രോ ചെയ്തു, അതിനെയാണ് നമ്മൾ പറയുക റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ്. ആക്ച്വലി ഈ യങ് ഡെവലപ്പിംഗ് പ്ലാൻ പാർട്സിലാണ് ഈ റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ് എന്താ കൂടുതലായിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഗ്രോത്ത് മെഷർ ചെയ്യാൻ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്താ, ബോസ് ഡയറക്റ്റ് മെത്തേഡാണ്. ഇത് ആക്ച്വലി എന്താ, ഞാൻ 2 പോയിന്റ്സ് മാർക്ക് ചെയ്യും സ്കെയിൽ റെഗുലർ ഇന്റർവെൽസിൽ, എന്നിട്ട് എന്ത് ചെയ്യും, അതിന്റെ മെഷർ ചെയ്യും, ഓരോ റെഗുലർ ഇന്റർവെല്ലിൽ ഞാൻ മെഷർ ചെയ്യും. അതാണ് ബോസ് ഡയറക്റ്റ് മെത്തേഡ്. പിന്നെ വേറെ മെത്തേഡ് എന്താ, ഇത് ജസ്റ്റ് പേര് ഓർത്ത് വെക്കണം, ഞാൻ MCQലൊക്കെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, ജസ്റ്റ് നെയിം ഓർത്ത് വെച്ചാൽ മതി. പിന്നെയാണ് ബോസ് ഹൊറിസോണ്ടൽ മൈക്രോസ്കോപ്പ്. വേറെന്താ, ബോസ് ക്രിസ്കോഗ്രാഫ്. ഇത് ആക്ച്വലി ഗ്രോത്ത് മാഗ്നിഫൈ ചെയ്യും എത്ര 10,000 ടൈംസ് ആയിട്ട്. ഇനി 4മത്തെയാണ് നമ്മളുടെ ഓക്സാനോമീറ്റേഴ്സ്. അത് പല ടൈപ്പ് ഓക്സാനോമീറ്റേഴ്സ് ഉണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് പേര് എന്തായാലും പഠിച്ചു വെക്കണം. MCQല് ഷുവർ കട്ട് മതലബ് ഇതിന്റെ വല്ല യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ചോദിക്കാം. അല്ലാണ്ട് നീറ്റിലൊക്കെ വരാൻ സാധ്യത കുറവാണ്, എക്സ്ട്രാ എഡ്ജ് ആണ്. പക്ഷെ ഇനി അവർക്ക് പേപ്പർ ടഫ് ആക്കാൻ തോന്നിയാൽ ചോദിച്ചു വരാം. അതിൽ ഫസ്റ്റ് വൺ എന്താ, ആർക്ക് ഓക്സാനോ മീറ്റർ. രണ്ടാമത്തെ എന്താ, ഫെഫേഴ്സ് ഓക്സാനോ മീറ്റർ. മൂന്നാമത്തെ എന്താ, മൈക്രോമീറ്റർ സ്ക്രൂ ഓക്സാനോ മീറ്റർ. അപ്പൊ ഇതാണ് എന്താ പറയാ കുറച്ച് ഓക്സാനോമീറ്റേഴ്സ്. ഇനി നോക്കേണ്ടത് എന്താ, എഫിഷ്യൻസി ഇൻഡെക്സ്. എഫിഷ്യൻസി ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താ, ആക്ച്വലി യൂണിറ്റ് ടൈം ഞാൻ ഒരു പ്ലാൻ പാർട്ടിന്റെ എത്ര ഇൻക്രീസ് ഇൻ സൈസ് അല്ലെങ്കിൽ ഏരിയ ഓഫ് ഓർഗൻ പ്ലാന്റ്, അതിനെയാണ് എഫിഷ്യൻസി ഇൻഡെക്സ് എന്ന് പറയുന്നത്. പിന്നെ യൂണിറ്റ് ടൈം, അതാണ് എന്ത്, എഫിഷ്യൻസി ഇൻഡെക്സ്. ഓക്കെ, അത് ആക്ച്വലി പല സ്പീഷീസ് അല്ലെങ്കിൽ ഡിഫറെന്റ് സ്പീഷീസ്. അപ്പൊ ഇതാണ് നമുക്ക് ഗ്രോത്ത് റേറ്റ്. അത് നമുക്ക് ഞാൻ അത്ര വരെ പഠിപ്പിച്ച് എന്ത് ചെയ്യാം, നമുക്ക് ഇതിൽ നോക്കാം NCERT. അപ്പൊ ഇൻക്രീസ്ഡ് ഗ്രോത്ത് പെർ യൂണിറ്റ് ടൈം ആണ് ഡിസ്റ്റർബ്ഡ് ആസ് എന്താ, ഗ്രോത്ത് റേറ്റ് എന്ന് പറയണം. അപ്പൊ റേറ്റ് ഓഫ് ഗ്രോത്ത് ആക്ച്വലി മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യാൻ 2 വേസ് ഉണ്ട്, അരിത്മാറ്റിക് ഉണ്ട്, പിന്നെ എന്താ പറയുക ജോമെട്രിക് ഉണ്ട്. അപ്പോ അരിത്മാറ്റിക്കിൽ എന്താ, മൈറ്റോട്ടിക് ഡിവിഷൻ കഴിഞ്ഞ് ഓൺലി 1 ഡോട്ടർ സെല്ലാണ് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങണം, മറ്റേത് മെച്യൂർ ആവും. അപ്പൊ ഇത് ആക്ച്വലി എന്താ, ഒരു നമ്മൾ പ്ലോട്ട് ചെയ്ത ഒരു ആക്ച്വലി ലീനിയർ ഗ്രാഫ് കിട്ടും. അതിനെയാണ് LT = L0 + RT. അതില് R എന്ന് പറയുന്ന ഗ്രോത്ത് റേറ്റ്. ഇനി ചില പ്ലാന്റ്സിലെ ഗ്രോത്ത് എങ്ങനെ ഉണ്ടായിരിക്കും, സ്ലോ ആയിരിക്കും. പിന്നെ അത് റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്യും, എക്സ്പോണൻഷ്യൽ ഫേസ് അല്ലെങ്കിൽ ലോഗ് ഫേസ്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും,
ഈ ന്യൂട്രിയൻ സപ്ലൈ അല്ലെങ്കിൽ ലിമിറ്റഡ് ന്യൂട്രിയൻ സപ്ലൈ റിസോഴ്സസ് ഒക്കെ കാരണം ഗ്രോത്ത് സ്ലോ ഡൗൺ ചെയ്യും, ലീഡിങ് ടു എന്താ സ്റ്റേഷനറി ഫേസ്. ഇത് നമ്മൾ ഒരു ഗ്രോത്ത് അഗെയിൻസ്റ്റ് ടൈം പ്ലോട്ട് ചെയ്താൽ നമുക്ക് എസ് സിഗ്മോയിഡ് കർവ് അല്ലെങ്കിൽ എസ് ഷേപ്ഡ് കർവ് കിട്ടും. അപ്പോൾ സിഗ്മോയിഡ് കർവ് ആണ് നോർമലി ഒരു ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലിവിങ് ഓർഗാനിസം ഗ്രോയിങ് നാച്ചുറൽ എൻവയോൺമെന്റ്. മനസ്സിലായോ? അതിന്റെ നമ്മൾ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്താ? W1 = W0 e⁻RT. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം എന്തായാലും. അപ്പൊ ഇതായത് ലാഗ് ഫേസ്, ഒരു എക്സ്പോണൻഷ്യൽ ഫേസ്, പിന്നെ സ്റ്റേഷനറി ഫേസ്. ഇനി നമുക്ക് ഞാൻ പറഞ്ഞു ആബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് ഉണ്ട്, എന്താ പറയാ, പിന്നെ റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ് ഉണ്ട്. ആബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് എന്താ? ഇത് ടോട്ടൽ ഗ്രോത്ത് പെർ യൂണിറ്റ് ടൈം ഞാൻ മെഷർ ചെയ്ത് കമ്പയർ ചെയ്യണേനെയാണ് എന്ത് പറയാ, ആബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ്. പക്ഷെ ഞാനൊരു എന്താ പറയാ ഇനീഷ്യൽ പാരാമീറ്ററായി കമ്പയർ ചെയ്ത് ഞാൻ ആ ഗ്രോത്ത് റേറ്റ് പഠിക്കുകയാണെങ്കിൽ അതിന് എന്ത് പറയും? റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ്. ഈ ഡയഗ്രം നോക്കുക, ഫസ്റ്റത്തെ ഡയഗ്രം. ഇതിലെന്താ? ഇത് ആക്ച്വലി ആബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് ആണ്. അതായത് ഫൈനൽ ഇത് 10 cm² ആണ് സർഫസ് ഏരിയ ഇൻക്രീസ്, ഫൈനലിൽ അത് 5 cm. അപ്പൊ ഇതാണ് ആബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ട എന്താ? കണ്ടീഷൻസ് ഫോർ ഗ്രോത്ത് ആണ്. അപ്പോ പ്ലാന്റ് ഗ്രോത്തിന് നമ്മൾ പ്ലാന്റിന് ജീവിക്കണം, നിങ്ങൾ തന്നെ പുറത്ത് നോക്കുക, എന്തൊക്കെ ആവശ്യം ഉണ്ടാവും? ലൈറ്റ് വേണം, പിന്നെ ടെമ്പറേച്ചർ വേണം, ഒപ്റ്റിമം ടെമ്പറേച്ചർ വേണം, വെള്ളം വേണം, സോയിൽ വേണം, സോയിലിൽ എന്താ ഓക്സിജൻ വേണം, ന്യൂട്രിയൻസ് വേണം, പിന്നെ കുറച്ച് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സും വേണം. അപ്പൊ ലൈറ്റ് എന്താ? ആക്ച്വലി അത് ഫോട്ടോസിന്തസിൽ ആവശ്യമുണ്ട്. അതാണ് എന്താ പറയാ ഈ ഡയറക്ഷൻ ഓഫ് ഷൂട്ട് അല്ലെങ്കിൽ റൂട്ട് എന്താ ഡിറ്റർമിൻ ചെയ്യണം. അപ്പൊ ലൈറ്റ് കൺട്രോൾ ഈ മോർഫോജനസിസ് പ്ലാന്റിനെയാണ് നമ്മൾ എന്താ പറയാ, ലൈറ്റിന്റെ വേറൊരു പേര് ഫോട്ടോ ആണ്. അപ്പൊ അതെന്താ? ഫോട്ടോ മോർഫോജനസിസ്. പക്ഷെ ലൈറ്റ് ഇല്ലാന്ന് വിചാരിക്കുക, ലൈറ്റ് ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? സ്റ്റണ്ടഡ് ഗ്രോത്ത് ആവും. ഇനി ഞാൻ പറഞ്ഞു കുറച്ച് ടെമ്പറേച്ചർ, ഒപ്റ്റിമം ടെമ്പറേച്ചർ വേണം. ആ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്താ? ആക്ച്വലി അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം, 20 to 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി ഒരു 45 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയെന്ന് വിചാരിക്കുക. അതായത് മരുഭൂമിയിൽ നമ്മൾ നോർമൽ പ്ലാന്റ്സ്, ഒരു റോസ് ചെടി അല്ലെങ്കിൽ എന്താ പറയാ ചെമ്പരത്തി പൂവ് ഞാൻ അവിടെ നട്ടു എന്ന് വിചാരിച്ച് കുറച്ച് അവര് വളർന്നു. പക്ഷെ ഒരു 45 ഡിഗ്രി സെൽഷ്യസിൽ അവര് ജീവിക്കുമോ? ഇല്ല. കാരണം എന്താ? ഈ പ്രോട്ടോപ്ലാസം ഡാമേജ് ഉണ്ടാവും, ഷ്രിങ്കേജ് ഉണ്ടാവും, ഗ്രോത്ത് റിട്ടാർഡ് ചെയ്യും. ഇനി ചില പല പ്ലാന്റ്സിന് എന്താ ഈ ലോ ടെമ്പറേച്ചറിലും ഫ്ലവർ ചെയ്യാൻ പറ്റുന്നില്ല. അതിനാണ് വെർണലൈസേഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി വാട്ടർ എന്താ? ആക്ച്വലി ഇറ്റ് മെയിൻറ്റെയിൻസ് ഇൻ ദ ടർജിഡിറ്റി ഓഫ് സെല്ലാണ്. എന്ന് വെച്ചാൽ ഇപ്പോ വെള്ളം നമ്മളുടെ ബോഡി, നമ്മൾ നന്നായി വെള്ളം ഇൻടേക്ക് ഒക്കെ നല്ലതാണ്. ഇതൊക്കെ ആണെങ്കിൽ നമ്മളുടെ ബോഡി എന്താ ഈ ഫ്ലഷ് പ്ലമ്മിങ് അങ്ങനെ അല്ലേ, അങ്ങനെ ആയിരിക്കും. പക്ഷെ ഞാൻ വെള്ളം കുടിക്കില്ല, ഡീഹൈഡ്രേറ്റ് ചെയ്ത് വന്ന സ്കിന്നൊക്കെ ഇങ്ങനെ റിങ്കിൾ ചെയ്യും. അതുപോലെ തന്നെ പ്ലാന്റിനും സംഭവിക്കും. പിന്നെ വെള്ളം എന്തിനാവശ്യമുണ്ട്? ഈ എൻസൈം ആക്ടിവിറ്റിക്കും വെള്ളം ആവശ്യമുണ്ട്. പിന്നെ ഓക്സിജൻ എന്തിനാ? സെൽ റെസ്പിറേഷനും. പിന്നെ കുറച്ച് ന്യൂട്രിയൻസും വേണം ഈ ഗ്രോത്തും മെറ്റബോളിസത്തിനും. പിന്നെ എന്താ മെയിൻ ഇമ്പോർട്ടൻറ്റ് വേറെ ഫോട്ടോസിന്തസിന് ആവശ്യം എന്താ? അതെന്താ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ ഇത്തിരി കാർബൺ ഡൈ ഓക്സൈഡ് വേണം, അതും കൂടുതലാവാൻ പാടില്ല. അതായത് പൊല്യൂട്ടഡ് സ്ഥലം ആവാനും പാടില്ല. പിന്നെ ന്യൂട്രീഷൻ എന്താ? ന്യൂട്രീഷൻ ആണ് റോ മെറ്റീരിയൽ ഗ്രോത്തും ഡിഫറൻസിയേഷനും അല്ലെങ്കിൽ സോഴ്സ് ഓഫ് എനർജിക്ക് വേണ്ടി ന്യൂട്രീഷൻ കൊടുക്കുന്നത് ഇവരാണ്. ഇനി ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്താ? ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആക്ച്വലി നമ്മളുടെ അതായത് നമ്മളുടെ ബോഡിയിലുള്ള ഹോർമോൺസിന്റെ ഫംഗ്ഷൻ ആണ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. അവരാണ് എന്ത് ചെയ്യുക? ഈ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അവർ സഹായിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടീഷൻസ് ഫോർ ഗ്രോത്ത് നോക്കാം. വാട്ടർ, ഓക്സിജൻ, ന്യൂട്രിയൻസ് ആണ് എസെൻഷ്യൽ. പിന്നെന്താ? വെള്ളം എന്തിനു സഹായിക്കും? ടർജിഡിറ്റി ഓഫ് സെൽസിന് സഹായിക്കുന്നതാണ് വെള്ളം. ഇനി വെള്ളം എന്താ? ഓൾസോ പ്രൊവൈഡ്സ് ഇൻ ദ മീഡിയം ഫോർ എൻസൈമാറ്റിക് ആക്ടിവിറ്റീസ് നീഡഡ് ഫോർ ഗ്രോത്ത്. അപ്പൊ ഓക്സിജൻ എന്തിനു ഹെൽപ്പ് ചെയ്യും? മെറ്റബോളിക് എനർജി എസെൻഷ്യൽ ഫോർ ഗ്രോത്ത് ആക്ടിവിറ്റീസിന് സഹായിക്കും. ഈ ന്യൂട്രിയൻസ് എന്താ? are required by plants for the synthesis of protoplasm and act as a source of energy. പിന്നെ in addition every plant in the optimum temperature range ഉണ്ട് best suited for its growth.
അതിന് എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടായാൽ എന്തുണ്ടാവുക? നമ്മളുടെ പ്ലാന്റ് ഡിട്രിമെന്റൽ ടു സർവൈവൽ ആവും. പിന്നെ എന്തുണ്ടാവും? അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോ പ്ലാന്റിന് ആവശ്യമുള്ളതായിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാന്ന് നമുക്ക് എഴുതാം. സൺലൈറ്റ്, വാട്ടർ, ന്യൂട്രിയൻസ്, മിനറൽസ്, പിന്നെന്താ ഫിഫ്ത്ത് വൺ കാർബൺ ഡൈ ഓക്സൈഡ്. സിക്സ്ത് വൺ ആണ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി എന്താ ഡിഫറൻഷിയേഷനും ഡീഡിഫറൻഷിയേഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ റീഡിഫറൻഷിയേഷനും എന്താണെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതുവരെ പഠിച്ചെന്ന് റിവൈസ് ചെയ്യാം. കണ്ടീഷൻസ് ഫോർ ഗ്രോത്ത് എന്താ, അതിനാവശ്യമുള്ള എന്താ ഞാൻ പറഞ്ഞു. എന്ത് സൺലൈറ്റ് വരാം. വേറെ എന്ത് വരും? ഓക്സിജൻ വേണം, ന്യൂട്രിയൻസ് വേണം, വെള്ളം. വാട്ടർ എന്തിനു സഹായിക്കുന്നത്? ആക്ച്വലി മീഡിയം ആണ് എന്തിന്? നമ്മളുടെ സെൽ എൻസൈമാറ്റിക് ആക്ടിവിറ്റിക്ക് ആവശ്യമുള്ള മീഡിയം ആണ്. പിന്നെ ഓക്കെ, ഇപ്പൊ ഡിഫറൻഷിയേഷൻ എന്താ? ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു റൂട്ട് അല്ലെങ്കിൽ ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിന് എന്താ ഡിവൈഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. അവര് ഡിവൈഡ് ചെയ്ത് നീ എന്തുണ്ടാവും? ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കണം. അതായത് എനിക്കിപ്പോ ട്രക്കീറ്റ്സ് അല്ലെങ്കിൽ സൈലം അല്ലെങ്കിൽ ഫ്ലോയം ഉണ്ടാക്കണം. ഇത് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ആക്ച്വലി അവർക്ക് ഡിവൈഡ് ചെയ്ത് കുറഞ്ഞ് ഒരു ഫംഗ്ഷൻ ചെയ്യണം. അതിനെയാണ് നമ്മൾ ഡിഫറൻഷിയേഷൻ എന്ന് പറയാം. ഇനി ഡീഡിഫറൻഷിയേഷൻ ഉണ്ട്. ഡീഡിഫറൻഷിയേഷൻ എന്താ? ഈ ചിലതിനെന്താ, ഞാൻ ഇപ്പൊ ഡിഫറൻഷിയേറ്റഡ് സെൽസ് ആയി, അവർക്ക് ഇനി ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. പക്ഷെ അവർ ചിലപ്പോൾ വീണ്ടും റീഗെയിൻ ചെയ്യും കപ്പാസിറ്റി ഓഫ് ഡിവിഷൻ അണ്ടർ സർട്ടൻ കണ്ടീഷൻസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡീഡിഫറൻഷിയേഷൻ. അതായത് ഈ കേംബിയം, കോർ കേംബിയം, ഇന്റർഫാസിക്കുലർ കേംബിയം എന്താ ആക്ച്വലി ഡിഫറൻഷിയേറ്റഡ് പാരൻകൈമ സെൽസ് എന്നാ ഉണ്ടാവണം. പക്ഷെ അത് എന്താ ഡിവൈഡ് ചെയ്യില്ലേ? ലാറ്ററൽ ഗ്രോത്ത് ഇല്ലേ? അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്പൊ അതിനെയാണ് നമ്മൾ ഡീഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ എന്താ പറയാ, ചില മെരിസ്റ്റംസ് എന്താ ഡിവൈഡ് ചെയ്യും. ഇനി അവരെന്താ കപ്പാസിറ്റി ലൂസ് ചെയ്യും. പക്ഷെ അവര് വീണ്ടും ഡിവൈഡ് ചെയ്യുന്ന കപ്പാസിറ്റി ലൂസ് ചെയ്യും. പക്ഷെ വീണ്ടും മെച്യൂർ ചെയ്യും. എന്തിനാ? കുറച്ച് ഫങ്ഷൻസ് ഉണ്ടാക്കും, സ്പെസിഫിക് ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ. അവരെയാണ് നമ്മൾ റീഡിഫറൻഷിയേഷൻ എന്ന് പറയാം. ഇതിനെ മെച്യൂർ ചെയ്ത് ഫോം ചെയ്യും ഡിഫറൻഷിയേഷൻ. അപ്പൊ ഡ്യൂറിങ് ഡിഫറൻഷിയേഷൻ എന്താ? സെൽസ് അണ്ടർഗോ എന്താ കുറച്ച് സ്ട്രക്ചറൽ ചേഞ്ചസ്. അവ എന്തിലുണ്ടാവും? ഈ ട്രക്കിയൽ സെൽ വാൾസ് അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസത്തില്. അതൊക്കെ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മളെ ട്രക്കിയറി എലമെന്റ് ഫോം ചെയ്യാൻ എന്താ സെൽസ് അവരുടെ പ്രോട്ടോപ്ലാസം ലൂസ് ചെയ്യും. എന്നിട്ട് അവരെന്ത് ചെയ്യും? സ്ട്രോങ് ഇലാസ്റ്റിക് സെല്ലുലോസിക് സെക്കൻഡറി സെൽ വാൾസ് ഉണ്ടാവും ടു ക്യാരി വാട്ടർ ടു ലോങ് ഡിസ്റ്റൻസസ് ഈവൻ അണ്ടർ എന്താ എക്സ്ട്രീം ടെൻഷൻ. പിന്നെ പ്ലാന്റ് ഷോസ് എന്താ അനദർ ഇൻട്രസ്റ്റിംഗ് ഫിനോമിന. അതാണ് ഈ ലിവിങ് ഡിഫറൻഷിയേറ്റഡ് സെൽസ് എന്താ അവർക്ക് ഈ ഡിവൈഡ് ചെയ്യാൻ കപ്പാസിറ്റി ലൂസ് ചെയ്ത് അവർക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാനുള്ള സഹായം ദൈവം കൊടുത്തു. അതിനാണ് നമ്മൾ എന്ത് പറയാ? ഡീ ഡിഫറൻഷിയേഷൻ. അതിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞ പോലെ ലേറ്ററൽ മെരിസ്റ്റംസ്. അതായത് ഇന്റർഫാസിക്കുലർ കേംബിയം അല്ലെങ്കിൽ കോർ കേംബിയം എന്താ ഈ ഫുള്ളി ഡിഫറൻഷിയേറ്റഡ് പാരൻകൈമ സെൽസ് എന്നാണ് ഉണ്ടാവുന്നത്. പക്ഷെ അവർ ഡിവൈഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയും? ഡീ ഡിഫറൻഷിയേഷൻ. ഇനി അടുത്തത് എന്താ? അടുത്ത ടൈപ്പ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത് ചില മെരിസ്റ്റംസ് എന്താ അവർക്ക് ഡിവൈഡ് ചെയ്യാൻ ഇതുണ്ട്. പക്ഷെ അവർക്ക് വീണ്ടും എന്താ പറയാ അവരുടെ ഒരു സ്പെസിഫിക് ഫങ്ഷൻസ് വീണ്ടും പെർഫോം ചെയ്യാനുള്ള ഇതുണ്ടാവും. സ്പെസിഫിക് ഫങ്ഷൻ ഫോം ചെയ്യാനുള്ള. അതിനെയാണ് റീഡിഫറൻഷിയേറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് പഠിക്കാനുള്ള എന്താ? ഈ ചില വി സേ ദാറ്റ് ഈവൻ ഇൻ ഡിഫറൻഷിയേഷൻ പ്ലാന്റ് ഇസ് ഓപ്പൺ. കാരണം എന്താ? ഈ സെൽസ് ആൻഡ് ടിഷ്യൂസ് അറൈസിങ് ഔട്ട് ഓഫ് ദ സെയിം മെരിസ്റ്റം ഹാവ് എന്താ ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് അറ്റ് മെച്യൂരിറ്റി. അതിനെയാണ് നമ്മൾ എന്ത് പറയണം? ഫോർ എക്സാമ്പിൾ സെൽസ് പുഷ് അവേ ഫ്രം റൂട്ട് മെരിസ്റ്റംസ് ഡിഫറൻഷിയേറ്റ് ആസ് എന്താ റൂട്ട് ക്യാപ് സെൽസ്. മനസ്സിലായല്ലോ? പക്ഷെ ഈ നമ്മളുടെ പെരിഫറിയിൽ പുഷായ എന്താ പറയാ സെൽസിനെയാണ് നമ്മൾ എന്താ പറയുക മെച്യൂർ ചെയ്ത് എപ്പിഡെർമിസ് ആയി വരും. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ച എന്ത് നമ്മൾ പ്ലാന്റ് ഗ്രോത്ത് പഠിച്ചു, ഡെവലപ്മെന്റ് ഡെഫിനിഷൻ പഠിച്ചു, ഫേസസ് ഓഫ് ഗ്രോത്ത് പഠിച്ചു, ഗ്രോത്ത് ഇസ് മെഷറബിൾ പഠിച്ചു. അപ്പൊ നമുക്ക് ഇതില് ഈ ഡയഗ്രാം നോക്കാം. ഓക്കെ, ഈ ഡയഗ്രത്തിൽ നോക്ക്. ഇതില് എന്താ ഇതാണ്
ഹൈപ്പോട്ടൈൽ എന്തുണ്ടാവും, നമ്മളുടെ റൂട്ട്സ്. പിന്നെ കോട്ട്ലിഡിൽ നിന്ന് മുകളിലേക്ക് വരുന്ന എപ്പിക്കോട്ടൈൽ. ഇനി ഹൈപ്പോക്കോട്ടൈൽ താഴെ വന്നതായി ഇനി ഇതുണ്ടാവും, എപ്പിക്കോട്ടൈൽ ഹുക്ക് ഉണ്ടാവും, സീഡ് കോട്ട് ഉണ്ടാവും. എപ്പിക്കോട്ടൈലിൽ നിന്ന് പിന്നെ ഷൂട്ട് മെരിസ്റ്റം സ്റ്റാർട്ട് ആവും. ഷൂട്ട് മെരിസ്റ്റം പിന്നെ എന്ത് ചെയ്യും, ഷൂട്ട് മെരിസ്റ്റാണ് ഇതുണ്ടാക്കുന്നത്. പിന്നെ അത് പ്ലാന്റായി മാറി. നമുക്കിനി ഇൻട്രൊഡക്ഷനെ വായിച്ച് മനസ്സിലാക്കാം. ഞാൻ ഇൻട്രൊഡക്ഷൻ ലാസ്റ്റിലേക്ക് വെച്ചെന്താ, ഇതുവരെയുള്ള പ്ലാൻ ഗ്രോത്ത് ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് പഠിപ്പിക്കാന്നുള്ള രീതിയിലാണ് ഞാൻ ലാസ്റ്റിലേക്ക് വെച്ചത്. ഇനി യു ഹാവ് ഓൾസോ സീൻ ദാറ്റ് ട്രീസ് കണ്ടിന്യൂ ടു ഇൻക്രീസ് ഇൻ ഹൈറ്റ് ഓർ ഗർത്ത് ഓവർ എ പീരീഡ് ഓഫ് ടൈം. പക്ഷെ എന്താ, ഈ ലീവ്സിനെയും ഫ്ലവേഴ്സിനെയും ഫ്രൂട്ട്സിന് എന്താ, അവർക്ക് ലിമിറ്റഡ് ഡയമെൻഷൻസ് ഉള്ളൂ. പക്ഷെ അവര് എന്ത് ചെയ്യും, എപ്പിയറും ചെയ്യും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് ഫോളും ചെയ്യും പീരിയോഡിക്കലി. അപ്പൊ ഇതിനാണ് ഞാൻ പറഞ്ഞ എന്താ, ഡിറ്റർമിനേറ്റ് ടൈപ്പ് ഓഫ് ഗ്രോത്ത്. ഇനി why does vegetative phase precede flowering in a plant? ഇപ്പോ എല്ലാ പ്ലാന്റ് ഓർഗൻസിലും എന്താ, വെറൈറ്റി ഓഫ് ടിഷ്യൂസ് ഉണ്ട് അല്ലെ? അപ്പൊ ആ ടിഷ്യൂസിന് വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ പല പ്ലാന്റ്സുമായിട്ട്? അതായത് ബിറ്റ്വീൻ ദ സ്ട്രക്ചർ ഓഫ് സെൽ അല്ലെങ്കിൽ ടിഷ്യൂ അല്ലെങ്കിൽ ഓർഗൻ. പിന്നെ അതിന് നമ്മൾ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. പല ടിഷ്യൂസ് ഉണ്ട് പ്ലാന്റിൽ, ഓരോ പ്ലാന്റിനും വ്യത്യാസം ഉണ്ട്, ഓരോ ടൈപ്പ് പ്ലാന്റിൽ. അത് ജിംനോസ്പേം, ആൻജിയോസ്പേംസ്, ഞാൻ പറഞ്ഞല്ലോ ഈ ഡിഫറൻസ്. പിന്നെ ഓൾ സെൽസ് ഓഫ് പ്ലാന്റ് എന്താ, ആർ ഡിസെൻഡൻസ് ഓഫ് ഡാഷ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്ത് ചെയ്യും, ഓൾ പ്ലാന്റ്സ് ആർ ഡിസെൻഡൻസ് ഓഫ് നമ്മളുടെ സൈഗോട്ട്. ഇനി ഡെവലപ്മെന്റ് ആക്ച്വലി എന്താ, രണ്ട് പ്രോസസ്സിന്റെ ഒരു സമ്മാണ്. അതായത് എന്താ, ഡെവലപ്മെന്റ് എന്താ, ഗ്രോത്തും ഡിഫറൻഷിയേഷന്റെയും ഒരു കോമ്പിനേഷനാണ് നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയാം. ഈ പ്രോസസ്സിൽ എന്താ, ഒരു കോംപ്ലക്സ് ബോഡി ഓർഗനൈസേഷൻ എന്താ ഫോം ചെയ്യും ഗ്രോത്ത് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് സമയത്ത്. അതാണ് എന്തുണ്ടാക്കുക, നമ്മളുടെ റൂട്ട്സ്, ലീവ്സ്, ബ്രാഞ്ചസ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ്. ആൻഡ് ഇവൻച്വലി എന്ത് ചെയ്യും, അവര് മരിക്കും. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത് എന്താ, നിങ്ങൾ ആലോചിക്കുക. ഒരു സീഡ് ഇട്ടു, അത് കഴിഞ്ഞ് എന്തുണ്ടാവും, സീഡ് ജെർമിനേറ്റ് ചെയ്യും. ഇനി സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ കുറച്ച് ഫേവറബിൾ കണ്ടീഷൻസ് വേണം. ആ ഫേവറബിൾ കണ്ടീഷൻസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, സീഡ്സ് എന്ന് ജെർമിനേറ്റ് ചെയ്യില്ല. അവരെന്നിട്ട് എന്തോ ഫോം ചെയ്യും, അവരൊരു ഫേസ് ഓഫ് എന്താ, സസ്പെൻഡഡ് ഗ്രോത്ത് അല്ലെങ്കിൽ റെസ്റ്റ് ഫേസിൽ അവർ പോകും. ഇനി ഈ ഫേവറബിൾ കണ്ടീഷൻസ് അവർ തിരിച്ച് കിട്ടിയിട്ട് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവർ മെറ്റബോളിക് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും, ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഇന്ന് വരെ പഠിച്ച ഒരു 2 minutes നമുക്ക് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഗ്രോത്തിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്താ, അത് ലിവിങ് ഓർഗാനിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. ഇനി വാട്ട് ഇസ് ഗ്രോത്ത്? ഗ്രോത്ത് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എൻ എന്താ, ഇറിവേഴ്സിബിൾ പെർമനന്റ് ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് എൻ ഓർഗൻ അല്ലെങ്കിൽ ഓർ ഇറ്റ്സ് പാർട്സ് ഓർ ഈവൻ എന്താ ഒരു ഇൻഡിവിജ്വൽ സെൽ. ഇനി പ്ലാന്റ് ഗ്രോത്ത് ജനറലി ഇൻഡിറ്റർമിനേറ്റ് എന്ന് പറയുന്നത്. ഡിറ്റർമിനേറ്റ് ആയിട്ടുണ്ട് ചിലത്, ഈ സെനസെൻസ് വഴി മരിച്ചു പോണ പ്ലാന്റ്സ്. ഇനി പ്രൈമറി മെരിസ്റ്റം എന്ന് പറയുന്നത് പ്രൈമറി ഗ്രോത്തിനെ സഹായിക്കുന്നതാണ് പ്രൈമറി മെരിസ്റ്റം. ഓക്കെ, പിന്നെ നമ്മൾ എന്താണ് ഗ്രോത്ത് മെഷർ ചെയ്യാനുള്ള എന്താ ടെക്നിക്സ്. നമ്മൾ നോർമലി എന്ത് ചെയ്യും, ആക്ച്വലി ഗ്രോത്ത് മെഷർ ചെയ്യാൻ നമുക്ക് പ്രോട്ടോപ്ലാസം മെഷർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ നോർമലി ഇൻക്രീസ് ഇൻ ലെങ്തോ ഫ്രഷ് വെയിറ്റോ സൈസോ അങ്ങനെ എന്തെങ്കിലുമാണ് നമ്മൾ അവരെന്ത് ചെയ്യും ഓർഡർ. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ടൈപ്സ് ഓഫ് ഗ്രോത്ത് റേറ്റ്സ് പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പറയാ, റിലേറ്റീവ് ഗ്രോത്ത്, ആബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് പഠിച്ചു. കണ്ടീഷൻസ് ഫോർ ഗ്രോത്ത് പഠിച്ചു. പിന്നെ ഡിഫറൻഷിയേഷൻ, ഡീഡിഫറൻഷിയേഷൻ ആൻഡ് റീഡിഫറൻഷിയേഷൻ നമ്മൾ പഠിച്ചു. ഓക്കെ, പിന്നെ ബാക്കിയുള്ള ഡെവലപ്മെന്റും പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സും അവരെങ്ങനെ എന്താ പറയാ, ഓരോ പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സിന്റെ ഫംഗ്ഷൻ എന്താ, അതെന്ത് ഞാൻ നാളെ പറഞ്ഞുതരും. ഓക്കെ, so that's all for today's class. Thank you.